ഹായ്, നമ്മളിന്ന് 6 ടൈപ്പ് ഇയറിങ്സ് ഉണ്ടാക്കാനാണ് ട്ടോ പോകുന്നത്. അതിൽ 5 സ്റ്റഡും പിന്നെ ഒരു ഹാങ്ങിങ്ങുമാണ്. അപ്പോൾ ആദ്യത്തെ കമ്മൽ ഇതാണ്. അതിനായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ കുന്തൻ സ്റ്റോണാണ്. എന്നിട്ട് അതിന് ചുറ്റും ഒരു ലെയർ സ്റ്റോൺ ചെയിനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വൈറ്റ് കളർ സ്റ്റോൺ ചെയിനാണ്. എന്നിട്ട് അടുത്ത ലെയറായിട്ട് നമ്മൾ ആ സ്റ്റോൺ ചെയിനിൻ്റെ ഓരോ സ്റ്റോൺ കട്ട് ചെയ്തെടുത്തിട്ട് അത് ആ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റാർ ഷേപ്പ് പോലെ കിട്ടും. കണ്ടോ, അല്ല സ്റ്റാർ ഷേപ്പ് പോലെ ആയിട്ടുണ്ട്. എന്നിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിൽ സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇട്ടിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്തതാണെന്ന് ആരും പറയില്ല. അടുത്ത കമ്മൽ ഇതാണ്. ഇതും ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ സെയിമാണ്. കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് അതിന് ചുറ്റും നമ്മൾ ഒരു ലെയർ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുകയാണ്. എന്നിട്ട് ഈ കമ്മലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു ലെയറും കൂടെ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുകയാണ് കേട്ടോ. മറ്റേതിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ കട്ട് ചെയ്യാതെ ഒരു ഫുൾ ചെയിനായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ദേ ഈ സ്റ്റോൺ ചെയിനും അതുമാതിരി ബീഡ്സിനും ഒന്നും അധികം റേറ്റ് ആവുന്നില്ല കേട്ടോ. ഈ കുന്തൻ സ്റ്റോൺസൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്, വലിയ റേറ്റ് ഒന്നുമില്ല. അതുപോലെ സ്റ്റോൺ ചെയിൻ ഞാൻ ലോക്കൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അതിന് 30 രൂപ മീറ്റർ. പിന്നെ അടുത്ത കമ്മൽ ദേ ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. സ്റ്റെപ്പുകൾ ആദ്യത്തെയൊക്കെ സെയിം തന്നെയാണ്. ഇത് 8000 രൂപയുടെ ഒരു കമ്മൽ കണ്ടിട്ട് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് DIY ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സെയിം തന്നെയാണ്. അടുത്തതിൽ നമ്മൾ ഐ ഷേപ്ഡ് കുന്തൻ സ്റ്റോൺസ് ഇങ്ങനെ ചരിച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ ചരിച്ച് ഒരു ഫ്ലവർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ബാക്കിൽ സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക്. അടുത്ത കമ്മൽ ഇതാണ് കേട്ടോ. നല്ല ഡയമണ്ട് ലുക്കില്ലേ കാണാൻ. ഇത് നമുക്ക് സ്കൂളിലേക്കൊക്കെ ഇടാൻ പറ്റും. ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ്, പ്രത്യേകിച്ച് റിപ്പീറ്റേഷനൊന്നുമില്ല. പക്ഷേ ഓരോന്നും ഓരോ ടൈപ്പാണെന്ന് മാത്രം. കാണുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. പക്ഷേ സ്റ്റെപ്പുകളെല്ലാം സിമിലറാണ്. അപ്പോൾ ഇതുപോലെ ഒരു ലെയർ സ്റ്റോൺ ചെയിനും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ. നേരിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതെന്ന് ആരും പറയില്ല കണ്ടു കഴിഞ്ഞാൽ. കണ്ടോ, നല്ല രസമായിട്ടില്ലേ കാണാൻ. അപ്പോൾ ഇട്ടിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇനി അടുത്ത കമ്മൽ ഈ ഒരു ഫ്ലവറിൻ്റെ ഹാഫ് പോർഷൻ പോലെ ഇല്ലേ, അതാണ് കേട്ടോ. അതിന് നമ്മൾ ആദ്യം റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചിട്ട് അതിന് ചുറ്റും ഒരു പകുതി പോർഷനോളം പെറ്റൽസ് പോലെ ഐ ഷേപ്ഡ് കുന്തൻ സ്റ്റോൺസ് ആണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ ഗ്യാപ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനി ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിൽ സ്റ്റഡ് ബേസും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എല്ലാം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, കാണുമ്പോൾ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ. ഇനി അടുത്തത് ഇതാണ് കേട്ടോ. ഇത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഇട്ട് പോകുന്ന മോഡലല്ലേ. എൻ്റെ സ്കൂളിൽ ഇങ്ങനെ ഹാങ്ങിങ് ഒന്നും അധികം പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ചെറിയ സൈസിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതൊക്കെ സ്കൂളിലിട്ട് പോകാൻ പറ്റാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ 3 ലെയർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തു. ഇത് മറ്റേ സ്റ്റോൺ ചെയിൻ പോലെയല്ല കേട്ടോ. ഇത് മൾട്ടി കളറാണ്. ഇതിന് റേറ്റും കുറച്ച് കൂടുതലാണ്. 45 രൂപയാണ് ഒരു മീറ്ററിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 കമ്മലുണ്ട്. 6 കമ്മലിൽ ഏത് കമ്മലാണ് ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.